സഫീർക്ക, റാഷിക പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ രണ്ടാളും ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നമ്മൾ രണ്ടാൾക്കും വെളിച്ചം പറ്റൂല, രണ്ടാളെയും വിറ്റാമിൻ ഡി കുറവാണ്. എന്താ നമ്മൾ ചെയ്യാ? ഇന്നോട് വെച്ചിട്ട് എന്ത് കാര്യമുള്ളേ? അതിനെല്ലാം നമ്മൾ ചെയ്യിപ്പിച്ചതും അതിനെല്ലാം പരിഹാരം ആക്കി തരാൻ പറഞ്ഞത് നമ്മുടെ റാഷിദ് ഭായി ആണ്. റാഷിദ് ഭായി കറക്റ്റ് ഉത്തരം തരിക നമ്മൾക്ക്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാലേ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. ഇന്ന് കൂടുതലും നമ്മളിൽ ആരും പുറത്തിറങ്ങി വെയിൽ കൊണ്ടുള്ള ജോലികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തവരാണ്, പ്രത്യേകിച്ച് മലയാളികളിൽ ഭൂരിഭാഗവും. അതില് പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടാളുകൾ തീരെ വെയിലുള്ളൂല്ല. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. വൈറ്റമിൻ ഡി കൂടുതലും സൂര്യപ്രകാശത്തിലൂടെ ആയിരുന്നു നമുക്ക് കിട്ടല്. നമ്മളാരും വെയിലും എല്ലാം കൊള്ളണില്ലല്ലോ. പിന്നെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ബോഡിയിൽ അത് കുറയും. എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എത്രയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി എത്രയുള്ളതെന്ന് മനസ്സിലാവണം. അതിനുശേഷം അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ 10ൽ താഴെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ടിങ് ചെയ്തിട്ട് തന്നെ നമ്മൾ അതിൻ്റെ മെഡിസിൻ എടുക്കണം. അതിനുശേഷം നമ്മൾ ഡെയിലി സപ്ലിമെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ വൈറ്റമിൻ ഡി. ഇത് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഉണ്ടായി കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ 10, 12 ആണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ മെഡിസിൻ എടുത്തിട്ട് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം, പിക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ എന്നും നമ്മളെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ഉൾപ്പെടുത്തുക. അതല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല.